വെൽക്കം ബാക്ക് ടു രൂപാസ് ആർട്ട് ഡയറി. ഇന്ന് നമ്മൾ ആർട്ട് വർക്ക് ഒന്നല്ല, കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 5 minute സാൻഡ്വിച്ച്. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നമുക്ക് ബ്രെഡ് വേണം, കുറച്ച് വെജിറ്റബിൾസ് വേണം, ഫ്രഷ് ക്രീം വേണം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്യുക രണ്ട് സൈഡും. അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് അരിയണം. തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിയുക. സബോളയും ചെറുതായിട്ട് അരിയണം. എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. കാരണം ഇപ്പോൾ ഞാൻ ഒരു 3 സാൻഡ്വിച്ചിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയണത് ക്യാരറ്റ് എൻ്റെ ചെറിയ ക്യാരറ്റായിരുന്നു. അപ്പോൾ ഞാനൊരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ അത് ഫുൾ എടുക്കുന്നില്ല. പിന്നെ ക്യാപ്സിക്കം എന്ന് പറയണത് ഒരു ഫുൾ ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ ഫുൾ എടുക്കില്ല, കുറച്ചെടുക്കുള്ളൂ. ടൊമാറ്റോ ആൻഡ് ഓണിയൻ, അത് ഇപ്പോൾ ചിലവർക്ക് ടൊമാറ്റോ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ എനിക്ക് ഓണിയൻ അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും അത്ര താല്പര്യമില്ലാത്ത. അപ്പോൾ അതും കുറച്ച്, ഇപ്പോൾ എനിക്ക് കുറച്ച് മതി. ഞാൻ ചെറിയ ഓണിയൻ്റെ ക്വാർട്ടർ എടുത്തിട്ടുള്ളൂ. ടൊമാറ്റോ ഹാഫ് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കൂടിയും ഒരു ചെറിയ ബൗളിലിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടണം. അത് ഉപ്പ് നമ്മളുടെ ആവശ്യത്തിന്, നമുക്ക് എത്ര എമൗണ്ട് വേണം അത്രയും. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ഞാൻ പ്രിഫർ ചെയ്യുക ഇത്തിരി കയറി നിൽക്കാനാണ്. കാരണം അതാണ് അതിൻ്റെ ഫ്ലേവർ, നല്ല ഫ്ലേവർ വരണമെങ്കിൽ നല്ലോണം എരിവുണ്ടാവണം. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന മസാല എന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പിന്നെ ബാക്കി ആഡ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവർ. ഇപ്പോൾ നമുക്ക് ചാട്ട് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഫ്ലേവർ, നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഒരെണ്ണം വേണമെങ്കിൽ അരിഞ്ഞിടാം. അതും നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ക്യാബേജ് വേണമെങ്കിൽ അരിയാം. ക്യാബേജ് ഗ്രേറ്റ് ചെയ്തിടാം. ക്യാബേജ് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ അതും ഇടാം. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഈ പെപ്പർ പൗഡറും ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് ക്രീം. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും വാരി ചെയ്യും. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ മീഡിയം ഫാറ്റ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, മറ്റേ അമൂലിൻ്റെ ഒക്കെ കിട്ടും, അതായാലും കുഴപ്പമില്ല. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു പാക്കറ്റിന് 75 രൂപയാണ് വരുന്നത്. അമൂലിൻ്റെ ഒരു ചെറിയ ക്യാനിന് 50+ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അത് നമ്മളുടെ എത്ര വേണം എന്നുള്ളത് നമ്മളുടെ എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യണമനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എമൗണ്ടും വരുന്നത്. ഫ്രഷ് ക്രീമിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് മയോണൈസ് ആണ്. അപ്പോൾ മയോണൈസ് നമ്മൾ നോക്കുമ്പോൾ ഹെൽത്തി അല്ലല്ലോ, അതായത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് അത്ര ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഫ്രഷ് ക്രീമാണ് നല്ലത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ല, നിങ്ങളുടെ അടുത്ത് മയോണൈസ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ചെയ്തോളൂ. പക്ഷേ കൂടുതൽ മയോണൈസ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മളുടെ വെജിറ്റബിളും ഫ്രഷ് ക്രീമും നല്ലോണം മിക്സ് ചെയ്യണം. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ നല്ലോണം മിക്സ് ചെയ്യണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് ഈ മിക്സ്ചർ നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡുമ്മ സ്പ്രെഡ് ചെയ്യണം. നല്ല തിക്ക് ലെയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ നോക്കണം. എന്നാലാണ് നമ്മുടെ സാൻഡ്വിച്ചിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി ഗാർണിഷ് പരിപാടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ജസ്റ്റ് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. പിന്നെന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ, സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതിന് വേണം എന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.